അതെ, ഈ പ്രാവശ്യം നിങ്ങളുടെ കൺവെൻഷന് മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി? മാമുക്കോയെങ്കിലും വരുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളുടെ പരിപാടിക്ക് കേരള ആഭ്യന്തരമന്ത്രി വരുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ. വെറുതെ കടലാസ് തോണിയായിട്ട് വള്ളംകളിക്ക് വരല്ലേ? അങ്കളെ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഡാഡിയില്ലേ, അവൻ വിളമ്പണ ഇനോഗ്രേഷന് വിളിക്കാം, അവനെ മേയറാക്കാം. നമ്മളെ ആൾക്കാരെ എല്ലാം ബിലീവ് ചെയ്യും. ഡാഡാ കൊച്ചാപ്പി, മൂത്തോര് സംസാരിക്കുമ്പോൾ ഇടയ്ക്കേറി ഗോൾ അടിക്കരുത്. അല്ല, നിങ്ങൾക്ക് എന്താ നിർബന്ധം നാട്ടിൽ നിന്ന് ഏതെങ്കിലും VIP വന്നാലേ പരിപാടി ഉഷാറാവുള്ളൂ എന്ന്? ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ല. സത്യമല്ലേ? അതിന് മാത്രം മലയാളികളിൽ ജനപ്രീതിയുള്ള ആരാ ഇവിടെ ഉള്ളത്? ജനം ഇടിച്ചു കയറണമെങ്കിൽ വല്ല സിനിമാക്കാരെയോ മന്ത്രിമാരെയൊക്കെ കൊണ്ടുവരണം. പരിപാടികൾ മോശമാകുന്നതിന് വെറുതെ ജനങ്ങളെ കുറ്റം പറയാതെ. ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടതും ഇവരെയാണല്ലോ. നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വന്നാ ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ, കൂടെ നടക്കുന്നതിനും പടമെടുക്കുന്നതിനും ഒക്കെ. VIP മോശക്കാരല്ലോ. കുടിച്ച് രക്തം ഛർദ്ദിച്ചിട്ട് ഹോട്ടലുകാർ ഇറക്കി വിട്ട നടൻ തൊട്ട് തുണിയില്ലാതെ നൃത്തം നടക്കുന്ന ക്ലബിൽ പെൺപിള്ളേരുടെ കയ്യിൽ നിന്ന് അടി ഇരന്നു വാങ്ങിയ VIP കഥകൾ വരെ ഇവിടെ അങ്ങാടി പാട്ടല്ലേ. യുവന്മാർക്കൊക്കെ മഹാ ജാടയാണെന്നേ. നമ്മൾ അവരുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാൻ തന്നെ അവരുടെ കയ്യും കാലും പിടിക്കണം. നമ്മൾ ആരാധകരും അനുഭാവികളൊക്കെ ആയതുകൊണ്ടാണ് ഇവർ VIP നേതാക്കന്മാരുമായെന്ന് ഇവരങ്ങ് മറന്നുപോകും. എന്നിട്ട് അവർ നാട്ടിൽ ചെന്നങ്ങ് പ്രസംഗിക്കുകയും ചെയ്യും വിദേശ മലയാളികൾ സംസ്കാരമില്ലാത്തവരും കോമാളികളുമാണെന്ന്. സിനിമ പിടിക്കാനും പാർട്ടിക്ക് സംഭാവന നൽകാനും ഒക്കെ ഈ വിവരമില്ലാത്തവരും കോമാളികൾ തന്നെ വേണം താനും. നിങ്ങൾ ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ കുറെ ആളുകൾ വന്ന് അവരുടെ കൂടെ 1 മണിക്കൂർ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഈ സ്റ്റാറുകളും മനുഷ്യരാണോ? He's right. നമുക്ക് അവർക്ക് ഇച്ചിരി പ്രൈവസി കൊടുക്കണ്ടേ? They're human beings just like us, man. ഹ്യൂമൻ ബീയിങ്സ്. വെറുതെ അതുങ്ങളൊക്കെ സൽക്കരിക്കുന്നത്. 2 ദിവസം എൻ്റെ കൂടെ താമസിച്ചു പോയൊരു നടനെ ഞാൻ നാട്ടിൽ ചെന്ന് കണ്ടപ്പം അങ്ങേര് പറയാ ഞാൻ അമേരിക്കയിൽ വന്നിട്ടേ ഇല്ല. 2-3 ദിവസം തൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ തന്നോട് കടപ്പാടുണ്ടാവണമെന്ന് ആഗ്രഹിച്ച എങ്ങനെയാണ്? മാത്രമല്ല താനല്ലടോ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് കാലും കൈയും പിടിച്ച് അവരുടെ പുറകെ കടന്നു. വ്യക്തിപരമായി ഇവരുടെ സ്വഭാവം എങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ സ്ഥാനത്തെയും കഴിവുകളെയും നമ്മൾ കുറച്ചെങ്കിലും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണ്ടേ? അല്ലാതെ ഡോളറിന്റെ പെരുമഴ പെയ്യിച്ചും വിഡ്ഢിവേഷം കെട്ടിയും ഇവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നമ്മൾ എന്തിനാ ശ്രമിക്കുന്നത്? അമേരിക്കൻ മലയാളികളെല്ലാം കഴുതകളാണെന്നാണല്ലോ ഇവിടെ നിന്ന് പോയൊരു മഹാനടൻ പറഞ്ഞത്. കുറെ കഴുതകൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും അങ്ങ് അടച്ചാക്ഷേപിച്ചത് ശരിയല്ലേ? ചോദിച്ചാൽ അപ്പുറം പണം കൊടുത്ത് ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അമേരിക്ക മുഴുവൻ കറക്കി അടിച്ച് കയ്യടി വാങ്ങിക്കൊടുത്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും കൈ നിറയെ വില പിടിച്ച സമ്മാനങ്ങളും കൊടുത്ത് തിരിച്ചയക്കാൻ നമ്മളെ പിന്നെ കഴുതകളെന്നല്ലാതെ എന്താ വിളിക്കുക?